അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദം രാജ്യത്തിന്റെ ഹിന്ദി ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ കത്തി നിൽക്കുകയാണ്. കോൺഗ്രസും ബി.ജെ.പിയും നേർക്കുനേർ കൊമ്പുകോർക്കുന്ന ഒരു കാഴ്ച. ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വീഴ്ച തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അയോധ്യയിലെ കൊള്ള എന്നതിലും ഒരു തർക്കവുമില്ല. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ തനിക്ക് പങ്കില്ലെന്നാണ് ക്ഷേത്രം ട്രസ്റ്റി ചമ്പത് റായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ട്രസ്റ്റ് അംഗങ്ങളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അയോധ്യയിൽ ഈ വിഷയം രാഷ്ട്രീയപരമായി വലിയ ആയുധമാക്കാനാണ് ബി.ജെ.പി ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്താൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും വലിയ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അജയ് റായ് എന്ന ഉത്തർപ്രദേശ് മുൻ PCC അധ്യക്ഷനെ, ഇപ്പോഴത്തെ AICCയുടെ ജനറൽ സെക്രട്ടറിയെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ് UP പോലീസ്. അദ്ദേഹം അയോധ്യ സന്ദർശിക്കാനുള്ള തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് അജയ് റായിയെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നത്. അയോധ്യയിലെ സംഭാവന തട്ടിപ്പും മധുര ക്ഷേത്രത്തിൽ നിന്ന് ഉയർന്നു വന്ന വിവാദവുമെല്ലാം ഉത്തർപ്രദേശിലെ ഭരണകക്ഷിയായ ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് അടുത്ത വർഷം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമസഭാ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഇതിന്റെ അലയൊലികൾ ഹിന്ദി ഹൃദയഭൂമിയിലാകെ അലയടിക്കും എന്ന ഭയം ബി.ജെ.പിക്കുണ്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം ഇതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന ഭയമാണ് ബി.ജെ.പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ബി.ജെ.പി നടത്തുന്നത്. യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ച് ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ കേസിനകത്തെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ ക്ഷേത്രം ട്രസ്റ്റികൾക്കെല്ലാം സംഘപരിവാർ സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് അടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, വിദേശ സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കുമെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അയോധ്യ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന സ്തംഭമാണ്. 1992 ഡിസംബർ മാസം 6-ന് ബാബറി മസ്ജിദിന്റെ തകർച്ചയും അതിനുശേഷമുണ്ടായ സുപ്രീം കോടതി വിധിയും, ബാബറി മസ്ജിദിന്റെ തകർച്ചയല്ല, ബാബറി മസ്ജിദ് തകർത്തതും അതിനുശേഷമുണ്ടായ സുപ്രീം കോടതി വിധിയും, തുടർന്ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതും അതിന്റെ പ്രാണപ്രതിഷ്ഠയുമെല്ലാം ബി.ജെ.പി രാജ്യത്തിന്റെ ഹിന്ദി ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ചത് ദക്ഷിണേന്ത്യയിൽ ഒഴികെയുള്ള ഇടങ്ങളിലെല്ലാം, ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും അത് ഹൈന്ദവ വോട്ടുകൾ എൻബ്ലോക്കായി തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അതിൽ ഒരു വലിയ ശതമാനം ബി.ജെ.പി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ബി.ജെ.പി തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കൊള്ളക്കേസിൽ ബി.ജെ.പിയുടെ നേതാക്കന്മാർ പ്രതിയാകുമ്പോൾ എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ തരത്തിൽ അയോധ്യയിലെ കൊള്ള വലിയ ചർച്ചയാവുകയാണ്. രാജ്യത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഈ ചർച്ചയിൽ ഒടുവിൽ ഉത്തർപ്രദേശ് SIT കണ്ടെത്തുന്ന തീരുമാനം എന്തായിരിക്കുമെന്നെല്ലാം നമുക്ക് കണ്ടറിയാം. എന്തായാലും അയോധ്യ ബി.ജെ.പിയെ വെള്ളം കുടിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.